ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് പക്കാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പക്കാവട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ്. ഇതുണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത മാവാണിത്. നന്നായിട്ട് അരിച്ചെടുത്ത മാവാണ്. 1 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് കടലമാവ് ചേർക്കാം. കടലമാവും അരിമാവും ഒരേ അളവിലെടുക്കണം. കടലമാവ് നന്നായിട്ട് അരിച്ചെടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും ഒട്ടും തരിയില്ലാത്തതായിരിക്കണം. ഇനി തരിയുള്ള മുളക് പൊടിയാണെങ്കിൽ അതും ഒന്ന് അരിച്ചെടുക്കാം. മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിൽ ചേർക്കുന്ന പൊടികളെല്ലാം ഒട്ടും തരിയില്ലാത്തതായിരിക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ചേർക്കണം. ഞാനിവിടെ കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള ബട്ടർ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റാക്കി ചേർത്താലും മതി. കട്ടിയായിരിക്കുന്ന ബട്ടർ ആയതുകൊണ്ട് ഞാനിതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ച് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മാവിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഇതിൽ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് കുഴച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണം. ഇത് വറുക്കാത്ത അരിമാവാണ്. പിന്നെ കടലമാവിലും കുറച്ച് വെള്ളം മതി. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. പക്കാവട ഉണ്ടാക്കുവാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്കാവട ഉണ്ടാക്കാൻ ഇതുപോലുള്ള അച്ചാണ് എൻ്റെ കയ്യിലുള്ളത്. സേവാനാഴിയിൽ ഇതുപോലെ 4 വരെയുള്ള അച്ചാണുള്ളത്. ഇനി 1 വരെയുള്ള അച്ചാണെങ്കിലും മതി. അച്ച് സേവാനാഴിയിലേക്കിട്ട് മാവ് നിറയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മളെടുക്കുന്ന മാവിലോ പൊടികളിലോ അതിലെങ്കിലും തരി ഉണ്ടെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ നന്നായിട്ട് ഇത് പക്കാവടയുടെ ഷേപ്പിൽ പിഴിഞ്ഞൊഴിക്കാൻ പറ്റില്ല. നൂല് പോലെയൊക്കെ വരും. അതുകൊണ്ടാണ് മാവ് നന്നായിട്ട് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. അല്പസമയം കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് മൂത്ത് വരും. പക്കാവട ഒരുപാട് സമയത്ത് മൂപ്പിച്ചെടുക്കരുത്. അല്പം പോലും കരിയുകയും ചെയ്യരുത്. കരിയാണെങ്കിൽ പക്കാവടയ്ക്ക് ഒട്ടും ടേസ്റ്റ് കാണില്ല. 2 സൈഡും പക്കാവട നന്നായിട്ട് ഫ്രൈ ആയ ശേഷം കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. മുഴുവൻ മാവും ഉണ്ടാക്കിയെടുത്ത ശേഷം ആ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് പക്കാവടയിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ല ഒരു മണമാണ്. ഈ പക്കാവട നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.